മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 34 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിചാരപ്പെടരുത് എന്നുള്ളതാണ്. അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തും. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? അതെ, ദൈവത്തിന് നിങ്ങൾ വിശേഷതയുള്ളവരാണ്. ദൈവം നിങ്ങളെ മാനിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. ആമേൻ. അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടുത്ത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. നിങ്ങളുടെ നാളെ നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടും. കാരണം ദൈവം നിങ്ങളുടെ നാളെയിൽ ഇറങ്ങി നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട് എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. അതെ, ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തും, ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും. നിങ്ങൾ യഹോവ ഭക്തനായിരുന്നാൽ നിങ്ങൾക്ക് ദൃഢധൈര്യം ഉണ്ട്. നാളേക്കായി വിചാരപ്പെടാതെ ഇരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്നുള്ളത് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന് 33-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്: മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നടന്ന് ദൈവത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾക്കായി വിചാരപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ നന്മ തന്നെ അനുഭവിക്കും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെ ആകും. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവിനെന്ന്. നാളെക്കുറിച്ച് വിചാരപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ടെൻഷനുകൾ, നിങ്ങളുടെ ആകുലതകൾ എല്ലാം യേശു കർത്താവിൽ ഇട്ടുകൊള്ളുവേണം. കാരണം യേശു കർത്താവ് നിങ്ങൾക്ക് മുമ്പേ ആ സാഹചര്യത്തിൽ ഇറങ്ങി നിൽക്കുന്നു. കാരണം യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. പഴയ നിയമത്തിൽ 1 ശമൂവേൽ പുസ്തകത്തിൽ നമുക്ക് ദാവീദിനെയും മല്ലനായ ഗോലിയാത്തിനെയും കാണുവാൻ സാധിക്കും. ദാവീദ് പറയുന്നു: സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിൻ്റെ നേരെ വരുന്നു എന്ന്. അതെ, നാളെ നോക്കി ഇങ്ങനെ പറഞ്ഞാട്ടെ: സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു എന്ന്. നിങ്ങളുടെ ഗോലിയാത്ത് എത്ര വലുതാണെങ്കിലും ഗോലിയാത്ത് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വീണേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ വിലയേറിയവനായി കാണുന്നു. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, യേശോപ്പ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശോപ്പ സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളുടെ വിചാരങ്ങളെ യേശോപ്പ സ്തോത്രം, ഹല്ലേലൂയ, അങ്ങേറ്റെടുക്കണമേ കർത്താവേ. യേശോപ്പ സ്തോത്രം, ഹല്ലേലൂയ. യേശോപ്പ ഞങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിലുള്ള വെല്ലുവിളികളെ യേശോപ്പൻ മാറ്റിത്തരണമേ കർത്താവേ. യേശോപ്പ സ്തോത്രം, ഹല്ലേലൂയ. യേശോപ്പ ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ ആവശ്യമുള്ള എല്ലാ മേഖലകളിലും യേശോപ്പ വിടുതൽ തരണമേ കർത്താവേ. യേശോപ്പ രോഗശാന്തി ആവശ്യമുള്ളവർക്ക് യേശോപ്പ രോഗശാന്തി കൊടുക്കണമേ കർത്താവേ. യേശോപ്പ അങ്ങ് നല്ല വൈദ്യനാണല്ലോ കർത്താവേ. യേശോപ്പ സ്തോത്രം, ഹല്ലേലൂയ. യേശോപ്പ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. യേശോപ്പ അഭിഷേകത്താൽ നിറയ്ക്കണമേ കർത്താവേ.